കർണാടക ഉടുപ്പിയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കുപ്രസിദ്ധ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ഹെബ്രി വനമേഖലയിൽ ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. നിലമ്പൂർ ഏറ്റുമുട്ടലിൽ വിക്രം ഗൌഡ രക്ഷപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇത് ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു? മാത്രമല്ല, സംഘത്തിൽ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? മോത്തി, ഗുഡ് മോർണിംഗ്. കർണാടകയിൽ അടുത്ത കാലത്തുണ്ടായ വലിയ മാവോയിസ്റ്റ് വേട്ട തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ തന്നെയാണ് ഈ ഹെബ്രി കാർക്കള വനമേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നേത്രാവതി ദളത്തിന്റെ കമാൻഡർ കൂടിയായിട്ടുള്ള വിക്രം ഗൌഡ, അദ്ദേഹം കബിനാലെ സ്വദേശിയാണ്. അതായത് ഉടുപ്പി മേഖലയിലുള്ള കബിനാലെ സ്വദേശി കൂടിയാണ്. ഇന്നലെ ഈ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഈ വനമേഖലയോട് ചേർന്നുള്ള വീടുകളിലേക്ക് എത്തിയതാണ് മാവോയിസ്റ്റുകൾ. ഈ വിവരം അറിഞ്ഞ് മാവോയിസ്റ്റ് വിരുദ്ധ സേന അവിടേക്ക് എത്തുകയും ഇവരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതിൽ വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. 4 പേർ കൂടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം തന്നെ വെടിയേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ പിന്നീട് കാടിനുള്ളിലേക്ക് പോയി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ മേഖലയിൽ പോലീസ് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മേഖല കേന്ദ്രീകരിച്ച് കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന നിരവധി ആളുകളുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടക സർക്കാർ പറയുന്ന ഒരു പ്രധാന കാര്യം. ഇതുകൂടി കരുതി, അല്ലെങ്കിൽ ഇതുകൂടി കണക്കിലെടുത്ത് ഈ മേഖലയിൽ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കാര്യമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ചിക്കമംഗ്ലൂർ, ഉടുപ്പി മേഖല, അതായത് സുള്ളിയ മേഖലയിലൊക്കെ വനമേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റി നക്സൽ വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഓപ്പറേഷൻ മേഖലയിൽ നടന്നത്. ഈ വിക്രം ഗൌഡ എന്നുള്ള വ്യക്തി നിലമ്പൂർ കരുളായിലുണ്ടായ ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ട വ്യക്തിയാണ് കൂടി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ രക്ഷപ്പെട്ട മറ്റ് 4 മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരുന്നു. അടുത്തിടെ ഈ ചിക്കമംഗ്ലൂർ മേഖലയിലുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് മാവോയിസ്റ്റ് അനുഭാവിയായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് 3 തോക്കുകളൊക്കെ പിടിച്ചെടുത്ത സംഭവമൊക്കെ ഉണ്ടായി. ഏതായാലും ജാഗ്രതയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പ്രത്യേക പോലീസ് സേന ഉണ്ടായിരുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലും അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള, അതായത് ഈ മേഖലയിലുള്ള നേത്രാവതി ദളത്തിന്റെയൊക്കെ മിലിറ്ററി ഓപ്പറേഷൻസിന്റെ പ്രധാനി ആയിട്ടുള്ള വിക്രം ഗൌഡ തന്നെ കൊല്ലപ്പെടുന്ന രീതിയിലേക്കൊക്കെ എത്തിയത്.